ഇത് തന്നെ വീട്. എന്താ അതിന്റെ മുമ്പിൽ ഒരു ആൾക്കൂട്ടം? നാശം. ഈ നാട്ടിൽ എവിടെ നോക്കിയാലും ആൾക്കൂട്ടം തന്നെ. ഇവിടെ കുടുംബാസൂത്രം വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അതെ, നല്ല ഡോറുകൾ. ഈ കഴുത്തിരുന്ന് കാരണം ശബ്ദം ശരിയാകുന്നില്ല. അപ്പൊ ഞാൻ ഇറങ്ങ. അളിയൻ വന്നില്ലേ? ഇവിടെ ഉണ്ട്. ഈ ആൾക്കൂട്ടം കണ്ടാൽ അളിയൻ വലിയും, ആമ തല വലിക്കുന്ന പോലെ. അപ്പൊ ഞാൻ പോയെന്ന് പറഞ്ഞേര്. ഓക്കെ. ഞങ്ങൾ കുറച്ച് ദൂരെ എന്ന് വന്നതാ. വക്കീൽ സാറിനെ ഒന്ന് കാണണം. ആരാത്? ഞാനാ. അളിയനോ? ആരോ കാണാൻ വന്നിരിക്കുന്നു. എനിക്കൊരു കേസ് പഠിക്കാനുണ്ടായിരുന്നു, അതാ ഞാൻ വേഗം അകത്തേക്ക് കയറിയത്. മഹി, അങ്ങനെ ഏതാണ്ടല്ലേ പേര് പറഞ്ഞത്? അതെ. മഹി, ഇതൊരു കൊലപാതക കേസാണ്. ഏറ്റെടുക്കാൻ തയ്യാറാണല്ലോ? അതിനൊക്കെ തയ്യാറാ. കേസിന്റെ വിശദാംശം ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഇവിടെ ആറാണിമുട്ടം എന്നൊരു വലിയ തറവാടുണ്ട്. അവിടത്തെ ശിവശങ്കരൻ ഒറ്റയടിക്ക് 2 പേരെ കൊന്നു. കൊല ചെയ്യപ്പെട്ടവരിൽ ഒരാളൊരു പാവൻ ഡ്രൈവറാ, മറ്റേത് ഇതാ ഇവരുടെ അച്ഛൻ, അതായത് എന്റെ അമ്മായി അച്ഛൻ. പാവം. കീഴ്ക്കോടതി ശിവശങ്കരനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. പക്ഷെ ഹൈക്കോടതി ശിക്ഷ ഇളവ് ചെയ്ത് ജീവപര്യന്തമാക്കി. ഇപ്പൊ അവൻ പരോളിൽ വരുന്നുണ്ട്. അവന് വിധിച്ച വധശിക്ഷ ഇപ്പൊ ഇതാ ഇവര് നടപ്പിലാക്കാൻ പോവുകയാണ്. അപ്പൊ കൊലപാതകം നടന്നിട്ടില്ല? ഇല്ല, പക്ഷെ നടക്കും. ഇനി അവന്റെ ആരാച്ചാരം ഞാനാ. എന്റെ അച്ഛനെ കൊന്ന കഴുതടമനെ എന്റെ ഈ കൈ കൊണ്ട് വെട്ടി നുറുക്കാൻ തെരുവിലിടും. പക്ഷെ ഒരു പേ പിടിച്ച നായെ കൊന്നതിന്റെ പേരില് ജയിലിൽ കയറാനും അവിടുത്തെ ഗോതമ്പുണ്ടോ എന്നാനൊന്നും തോട്ടപ്പള്ളി സുരേന്ദ്രനെ കിട്ടുകയല്ല. അയ്യോ സാറേ, ഇപ്പൊ ജയിലിൽ ഗോതമ്പുണ്ടൊന്നുമില്ല. അതൊക്കെ എന്നേ നിർത്തി. ഇപ്പൊ 3 നേരം ചോറാ, കൂട്ടത്തിൽ മീൻകറിയും പച്ചക്കറിയും. അതേ മട്ടനും ചിക്കനും. ചിക്കൻ കറി മഹി വെക്കണം. എന്തൊരു ടേസ്റ്റാ. സമയം കിട്ടുമ്പോ സാറുമാരും ഒന്ന് തിന്നു നോക്കണം അല്ലേ? അപ്പൊ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണല്ലോ? കേസ് ഏറ്റെടുക്കാനൊക്കെ തയ്യാറാണ്. പോലീസിൽ പിടി കൊടുക്കുന്നതിന് മുമ്പ് 5 ലക്ഷം രൂപ എന്റെ തരണം. കോടതി കുറ്റം സമ്മതിക്കുന്നതിന് മുമ്പ് 3 ലക്ഷം രൂപ ഇവനെ ഏൽപ്പിക്കണം. വാക്ക് വ്യത്യാസം ഉണ്ടായാൽ ഞാൻ കൂറുമാറും. അതിപ്പോഴേ പറഞ്ഞു. വാക്കിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, അതിനെപ്പറ്റി പേടിക്കണ്ട. എങ്കിൽ സംഭവം നടന്നു കഴിയുമ്പോൾ അറിയിച്ചാൽ മതി. ഞങ്ങൾ വന്നു. നമ്മുടെ നിങ്ങൾ വന്നു കഴിഞ്ഞല്ലോ, ഇനി സംഭവം കഴിഞ്ഞിട്ട് പോയാ മതി. നിങ്ങൾ 2 ആളും കുറച്ച് ദിവസം ഇവിടെ നിൽക്കണം. ഞാനും നിൽക്കണം. വേണം. ഞാനും ഈ കേസുമായിട്ടുള്ള ബന്ധം. ഇവൻ കൊന്നു സമ്മതിക്കുമ്പോ നീ അത് കണ്ടു എന്ന് പറയുന്ന ദൃക്സാക്ഷിയാവണം. തരുന്ന പണത്തിൽ നിന്ന് നിനക്കും കിട്ടും ഒരു വിഹിതം. അതാണ് ബന്ധം, ഒരു അവിഹിത ബന്ധം. ഓ, 2 ആളും പുറത്ത് വെയിറ്റ് ചെയ്യും. ഞാനിപ്പോ വരാം. അവസാനം നൂൽബന്ധുക്കളും ഉണ്ടായാൽ മതിയായിരുന്നു. അവന്മാരെ എന്തിനാ ഇവിടെ നിർത്തുന്നേ? അവൻ കൊന്നു സമ്മതിക്കുമ്പോ ഏത് കോടതിയും വിശ്വസിക്കുന്ന ശക്തമായ ഒരു കാരണം പറയാനുണ്ടാവണം. അത് നമ്മൾ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ അത് കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ തലയിൽ തന്നെ വന്ന് വീഴും. അതിനിപ്പോ എന്ത് ചെയ്യണമെന്നാ? തലയ്ക്കകത്ത് മുഴുവൻ കുരുട്ടു ബുദ്ധിയല്ലേ, ഒന്ന് പുകയ്ക്ക്. കഴിയുമെങ്കിൽ അവനൊരു കൊലക്കയർ വാങ്ങിക്കൊടുക്കുവാനുള്ള വഴി തന്നെ ആലോചിക്കുക. ഇവിടെ കുറച്ച് ദിവസം തന്നെയാണ് ആ തീരുമാനം. എന്ത് പണ്ടാരം ചെയ്തിട്ടാലും വിടില്ല, കാശ് കിട്ടിയാൽ മതിയാവും. ഓപ്പറേഷന് കാശ് എത്തിച്ചില്ലെങ്കിൽ ആ ചെറുക്കൻ കാഞ്ഞു പോവും. എന്തോ കരിഞ്ഞ മണം വരുന്നുണ്ടല്ലോ. ടാറിങ് നടക്കിയിരിക്കും. ചിക്കനാ. ഇതൊക്കെ കരിഞ്ഞ് നാശമായല്ലോ. ഈ കുന്ത്രാണ്ടൊന്നും ഉണ്ടാക്കണ്ടെന്ന് ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ. ഒരു കടായി ചിക്കൻ. ഇതിപ്പോ കടായി ചിക്കൻ അല്ല, കേടായ ചിക്കനാ. നീ ഏതാടാ? ഞാനാരും ആയിക്കോട്ടെ. ചിക്കൻ കടായിലിടുന്നതിന് മുമ്പ് കടായി വഴക്കിയോ? ആട്ടുന്നെയ്യ് ഉരുക്കി കടായി വഴക്കണം, എന്നിട്ട് എണ്ണ നിറച്ച് കുടിപ്പിച്ച് വെക്കണം. ഇങ്ങോട്ട് മാറിക്കേ. അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. പേടിക്കണ്ട, ഞങ്ങൾ വക്കീൽ സാറിന്റെ പരിചയക്കാരാ. ഈ മഹിയെ അതെ, ആ കേടായ ചിക്കൻ എനിക്ക് എന്നേക്ക് ഞാൻ റിപ്പയർ ചെയ്ത് കഴിച്ചോളാം. ഇവന്മാരിത് എവിടെ പോയി? ഞാനേ ചേച്ചിയെ കടായി ചിക്കൻ ഉണ്ടാക്കാൻ പഠിപ്പിക്കും. വീട്ടിൽ എത്ര വേലക്കാരുണ്ടെങ്കിലും സ്വന്തം ഭാര്യമാരുടെ കൈവച്ചുണ്ടാക്കുന്നതിന്റെ രുചി ഒന്ന് വേറെ തന്നെയാ. ഈ ഭാര്യമാരെന്ന് പറയുമ്പോ സ്വന്തം ഭാര്യയാണോ അതോ വല്ലവന്മാരുടെയും ഭാര്യ വെച്ചുണ്ടാക്കുന്നതാണോ ഇഷ്ടം? നമുക്കിപ്പോ സ്വന്തം ഭാര്യ ഇല്ലാത്തതുകൊണ്ട് വല്ലവരെയും ഭാര്യ വെച്ചുണ്ടാക്കുന്ന വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. നീ ആള് കൊള്ളാമല്ലോ. കൊള്ളാം അല്ലേ? എന്റെ ഭാര്യ ഇവിടെ ഇല്ലാത്തത് ഭാഗ്യായി. അവളെ ഇതൊന്നും പഠിപ്പിക്കണ്ട കേട്ടോ. അവൾക്ക് ഇതൊന്നും ഇഷ്ടമില്ല. ഓ, ആര് പറഞ്ഞു? എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. എന്നെ പഠിപ്പിച്ച മഹി നാത്തൂന്റെ അടുത്തേക്ക് പോയത്. മഹി, ഊണ് കഴിച്ചിട്ട് പോവാളൂ കേട്ടോ. എന്താ? ഒന്നുമില്ല. ഈ മഹി ആള് ഭയങ്കരനാ. കാലെടുത്ത് കുത്തിയപ്പോ തന്നെ വീട്ടിലെ പെൺപടയെ മുഴുവൻ കയ്യിലെടുത്തു.